ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പെരുന്നാളിൻ്റെ പിറ്റേ ദിവസം നമ്മൾ നാട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. 5:30ക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഈ പോക്ക് പെട്ടെന്നുള്ള പോക്കായിരുന്നു. പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രി വരെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു നാട്ടിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ബത്തേരിക്ക് തന്നെ പോയി എടുക്കൽ നടക്കില്ലല്ലോ. അപ്പോൾ പോയാലും പോയില്ലെങ്കിലും തിരിച്ചു കൊണ്ടുപോയാൽ മതിയല്ലോ എന്നുള്ള ഒരു കണ്ടീഷനിലാണ് ഡ്രസ്സ് എടുത്തിട്ട് വന്നത് കേട്ടോ. അപ്പോൾ മരുമോനക്ക് വരാൻ പറ്റിയിട്ടില്ലെങ്കിൽ മൂപ്പർക്ക് ബസ്സിന് പോകാമെന്നുള്ളൊരു ഐഡിയക്കാണ് നിന്നിരുന്നത് കേട്ടോ. അപ്പോൾ മോൻ വന്നപ്പോൾ പറഞ്ഞു നമുക്ക് പോവാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അങ്ങോട്ട് റെഡി ആയതാണ് കേട്ടോ. പെട്ടെന്നുള്ള പോക്കായിരുന്നു. അപ്പോൾ മോൻ്റെ ഏട്ടൻ്റെ മോൾക്ക് സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ, മഞ്ഞപ്പിത്തം കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ കോഴിക്കോടേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ തലേദിവസം പറഞ്ഞിരുന്നു കൊണ്ടുപോകണം, അതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങനെ വിചാരിച്ചു പോകാൻ പറ്റൂലായിരിക്കും. അങ്ങനെ ഇപ്പോൾ മോളെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയിട്ട് നമ്മളിപ്പോൾ പോകാൻ പറ്റുമോ എന്നുള്ളൊരു ഇതിൽ ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് പിന്നെ പറഞ്ഞു എന്തായാലും കുഴപ്പമില്ല, നമുക്ക് പോയിട്ട് വരാം, ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു ലീവ് കിട്ടൂല, സുഖമില്ലാത്ത ആളല്ലേ, നമുക്ക് പോയി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ പുറപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നാടുകാണിയാന്ന് തോന്നുന്നുണ്ട്, അവിടെ വന്നിട്ട് പിന്നെ പെട്രോളൊക്കെ അടിച്ച് അങ്ങനെ തിരിച്ച് പോവുകയാണ് കേട്ടോ. പോകുന്ന സമയത്ത് ഭക്ഷണമൊന്നും ഞങ്ങൾ ആരും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ആരും എന്നല്ല, ഞാൻ ഞങ്ങൾ 3-4 പേര് ഒന്നും കഴിച്ചില്ല, കുട്ടിയടക്കമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ നല്ല ഛർദ്ദിച്ചൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ ആദ്യ വഴിക്ക് എത്തിയപ്പോൾ ഞാനും മോനും പേരക്കുട്ടി ഞാനും കേട്ടോ ഛർദ്ദിച്ചത്. അപ്പോൾ പോകുന്ന വഴിക്ക് നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പോൾ അവിടെ ഇറങ്ങിയ സമയത്ത് കുപ്പമേനി പോലത്തെ ഒരു ചെടി കണ്ടു കേട്ടോ. അപ്പോൾ ചെടി കണ്ടപ്പോൾ അത് കുപ്പമേനിയാണ് പെറുക്കി പറഞ്ഞപ്പോൾ മോള് പൊട്ടിച്ചതാണ്. അപ്പോൾ അവരെല്ലാവരും പറഞ്ഞു കുപ്പമേനി ഒന്നും ആയിരിക്കില്ല, എല്ലാം ചൊറിയുന്ന സാധനം കറന്നിട്ട് ഞങ്ങൾ അവിടെ തന്നെ ഇട്ടു കേട്ടോ അത്. അപ്പോൾ ഓരോരോ സ്ഥലത്തെത്തുമ്പോൾ ഇതാണ് സ്ഥലം എന്നൊക്കെ ഓരോന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള പള്ളിയാണ് കേട്ടോ. ആ പറയുമ്പോൾ ഉള്ള ഓർമ്മ മാത്രമേ എനിക്കുള്ളൂ, പിന്നെ അതൊന്നും ഓർമ്മയല്ല കേട്ടോ. അങ്ങനെ ഇത് തേക്കുംകാടാണ് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ വീഡിയോ എടുത്ത് പിന്നെ പുഴയും കാര്യങ്ങളും നിർത്തിയെടുക്കണം വിചാരിച്ചാൽ അതൊന്നും പറ്റിയില്ല. പിന്നെ ഞങ്ങളങ്ങനെ വഴിയൊക്കെ ചോദിച്ച് അങ്ങനെ പോയിട്ടോ. കൊമ്പങ്കല്ല് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ എളാപ്പാൻ്റെ വീട്. അപ്പോൾ ഞങ്ങൾ ആ വഴി നേരെ പോയി നിൽക്കുന്നത് അവരെ വീടിൻ്റെ മുറ്റത്താണ്. വഴി ചോദിച്ച് പോയിട്ട് ലാസ്റ്റ് പോയി നിൽക്കുമ്പോൾ ഇനിയിപ്പോൾ എങ്ങോട്ടും വഴിയില്ലല്ലോ, ഇതാണ് വീട് വിചാരിച്ചിങ്ങനെ നിൽക്കുമ്പോൾ അപ്പോൾ അതന്നെയായിരുന്നു കേട്ടോ വീടൊക്കെ. അപ്പോൾ ഈ എളാപ്പാനെ കാണണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ മൂപ്പര അനിയന്മാർ വേറെ 2 ആൾക്കാരുണ്ടായിരുന്നു. ഇതേമാതിരി ഇവരെ പോലെ തന്നെ വരുമായിരുന്നു കേട്ടോ. അവർ പെട്ടെന്ന് മരിച്ചു പോയി. അപ്പോൾ ഞങ്ങൾക്ക് വന്ന് കാണാനോ പോകാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ മൂപ്പരെങ്കിലും ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വെച്ചിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ. ശരിക്കും ഞാൻ മൂപ്പരെ ഫോട്ടോ ഒന്ന് എടുക്കണം എന്ന് വിചാരിച്ചു, പക്ഷേ അവർക്കത് ഇഷ്ടപ്പെടില്ലല്ലോ വിചാരിച്ചിട്ട് ഞാൻ എടുത്തില്ല കേട്ടോ. അതേപോലെ തന്നെ അവരെ വല്യമ്മനെ കാണാൻ വേണ്ടിയിട്ട് പോയപ്പോൾ അവിടെ പെങ്ങളുണ്ടായിരുന്നു. മൂപ്പത്തേര് വർത്തമാനം പറയുന്നതും ഇവിടുത്തെ കാക്കാൻ്റെയൊക്കെ വലിയ പെങ്ങൾ പറയുന്ന അതേപോലെ അതേ ശൈലിയിൽ തന്നെ വർത്തമാനം പറയുന്നുണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നി രക്തബന്ധമായിരിക്കും അങ്ങനെയൊക്കെ തോന്നിക്കല്ല, അങ്ങനെ തന്നെ അവന് സൗണ്ടും വർത്തമാനം പറയുന്നതൊക്കെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലെ 8:30 മണിക്ക് ഇവിടെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എളാപ്പാനെ കണ്ട് 10:30 മണിയൊക്കെ ആകുമ്പോഴേക്കും തിരിച്ചു പോകണം, വെള്ളിയാഴ്ചയല്ലേ, പള്ളി കൂടണ്ടാക്കല്ലേ പറഞ്ഞിട്ട് നിന്നപ്പോൾ തന്നെ അവർ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. 11 മണിയാകുമ്പോഴേക്കും ഭക്ഷണങ്ങളൊക്കെ റെഡിയാക്കി. പിന്നെ ഞങ്ങൾ തിന്നിട്ട് പിന്നെ വേഗം പോന്നു കേട്ടോ. അപ്പോൾ പിന്നെ പാതി വഴിയിലെത്തിയപ്പോഴാണ് പള്ളിയിൽ കയറാൻ പറ്റിയത് കേട്ടോ. അവിടെ പള്ളി കൂടിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ വണ്ടിയിൽ എത്തിയിട്ട് അവർ പള്ളിയിൽ പോയിട്ടോ. പള്ളിയിൽ പോയി വരുമ്പോഴേക്കും ഞങ്ങൾ കുപ്പിയിലുണ്ടായിരുന്ന വെള്ളം മുഴുവൻ കുടിച്ച് തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വെയിലിൻ്റെ ചൂട്, വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കല്ല, അത്രക്കും ചൂടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പോയ ഉഷാറൊന്നും ഇല്ല കേട്ടോ, ആർക്കും തിരിച്ചു വരുമ്പോൾ ചൂടും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്നത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്ത ഭാഗം നാളെ ഇടാം കേട്ടോ.